എന്താണ് പറഞ്ഞിട്ട് വിശ്വാസമാവാത്തവർക്കാണ് പാമ്പിന്റെ തോലാക്കണ്ട. ഈ കൂടെ ആക്കണേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ നമ്മൾ ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചിട്ടില്ല, രാവിലെ അല്ല കേട്ടോ. ഏകദേശം ടൈം എത്രയും ഏകദേശം ഒരു 11:30 ടൈം. നേരത്തെയാണ്, ബാങ്ക് കൊടുക്കാനൊന്നും അധികം ആയിട്ടില്ല. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അതായത് ഇപ്പൊ മഴ, ഭയങ്കര മഴയല്ലേ ഇപ്പം. അതായത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ്. വൈകുന്നേരം രാത്രിയൊക്കെ അല്ലേ. കറണ്ടും ഇല്ല. കറണ്ട് പോയി. ഇപ്പോഴും അതിന് കറണ്ട് പോയി. അപ്പം നമുക്ക് രാത്രി ഇന്നലെ എന്താ പറയുക, ഇന്നലൊക്കെ നമ്മള് മുറ്റത്ത് അങ്ങനെ, അതായത് ടേബിള് പുറത്തല്ലേ, അപ്പൊ ഞാനൊക്കെ മുറ്റത്തിരുന്നാണ് ചോറുന്നല്. അതായത് ഇല്ല വെളിച്ചത്തിലൊക്കെ മുറ്റത്തിരുന്ന. അതായത് നമ്മള് മെയിൻ ആയിട്ട് വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ തോട്ടങ്ങൾ കണ്ടിട്ടില്ലേ, ഇത് നമ്മളെ തോട്ടമല്ല, താഴത്തെ തോട്ടാണ്. ഓരോ തോട്ടത്തിൽ നിന്ന് അതുപോലെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവിടെ ഇങ്ങനെ കാടായി കിടക്കും. കാട് വന്നുകൊണ്ട് നമ്മളെ മുറ്റത്തേക്ക് ഇന്നലെ ഞാൻ ബാത്റൂമിന്റെ അവിടെ ഒരു പാമ്പിനെ കണ്ടു. പിന്നെ മിഞ്ഞാന്ന് മുറ്റത്ത് ഒരു പാമ്പിനെ കണ്ടു. അതായത് അപ്പറ ഭാഗം കാട്, ഇപ്പറ ഭാഗം കാട്. ഈ കാട്ടിന് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ, അതായത് ഒന്നാമത് മഴക്കാലം പാട ആയതുകൊണ്ട് മഴ ഇങ്ങനെ ചാട്ടിനോണ്ട് ഒക്കെ പൊത്തേക്ക് കയറി വരും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ ഇതൊരു മതില് നമ്മൾ കെട്ടി വെച്ചിരിക്കണം. അതിന്റെ ഉള്ളിൽ കാണാൻ കയറി പോയിക്കണേ. പിന്നെ നമ്മളെ 6 കോയിനാണ് കുറുക്കം കൊണ്ടത്. 6 അതായത് കാടുണ്ടായതുകൊണ്ട് കാണൂലേ. അതായത് കോയിനാണ് പിടിച്ചിട്ട് ആ പൊന്തന്റെ ഉള്ളിൽ കയറിയാൽ മതി. അവിടെ കണ്ടങ്ങള് ആ പൊന്തന്റെ ഉള്ളിൽ കയറിയാൽ മതി. അവിടെ മാത്രമൊന്നല്ല, അതിന്റെ അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ പൊന്തയാണ്. അപ്പൊ ഇത് നമ്മൾ ചോദിച്ചപ്പോ പറഞ്ഞത്, ഇമ്മമ്മൊക്കെ പറഞ്ഞത് എന്താണ്, ഇത് തൊഴിലുറപ്പാർക്ക് വെട്ടാളാണെന്നാണ് ഇമ്മമ്മൊക്കെ പറഞ്ഞത്. എന്തായാലും ഞാൻ പറഞ്ഞേ കൊന്നണ്ടല്ലേ ഞാൻ പറയുമ്പോ നമുക്ക് പറയുമ്പോ ആ മറ്റേ ഇതില്ലേ, അവിടെ പന്നി മാന്തിട്ടില്ല ഗൈസ്, അവിടെ വരെയെങ്കിലും മിനിമം ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ അവിടത്തെ ആക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഇവിടെ അല്ല ഗൈസ് കൂടുതലുള്ളത് നമ്മളെ ബാത്റൂമിന്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞാല്, ബാത്റൂമിന്റെ ബാക്കിൽ കൂടെ ആകെ കാട് പിടിച്ച് കിടക്കാണ്. കാരണം നമുക്ക് അങ്ങോട്ട് ഇരുട്ടാണ്. അങ്ങോട്ട് ആകെ നമുക്ക് ഒരു ലൈറ്റ് ഇല്ലുള്ളൂ. അതിന്റെ സൈഡ് ഭാഗത്ത് കൂടെ ഒന്നും നമുക്ക് ലൈറ്റ് ഇല്ല. അപ്പൊ അതിക്കൂടെ പിന്നെ ഒന്നാമത് നമ്മളെ ഈ എന്താ തേക്കാത്ത ചുമരാണ്. അതിമുകൂടെ ഇഷ്ടംപോലെ പാമ്പാളുണ്ടാവും. നമ്മള് വാതിലൊക്കെ തുറക്കുമ്പോ ഡേഞ്ചറാണ്. കാരണം പറഞ്ഞ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്നലെ ഇപ്പൊ ഇവിടുത്തെ പൊത്തുക്കാണ് ഇപ്പൊ ഒന്ന് കേറി പോയും ചെയ്തത്. അപ്പൊ ഇനി അത് വെട്ടിയാണ്ട് ഒഴിവാക്കണം. അതായത് കാടൊക്കെ ഒന്ന് ചെറുതായിട്ട് വെട്ടി വെക്കണം. നമ്മളെ തോട്ടല്ല, കണ്ടോടെ തോട്ടാണ്. അപ്പൊ ഓരോട് സംസാരിച്ചിട്ട് നമുക്ക് ചെയ്യണം. ഓലാണെന്നിട്ട് വിളിച്ചിട്ട് കിട്ടണില്ല. നമ്മളെന്തായാലും ചായ കുടിച്ചിട്ടില്ല. ചായന്റെ കടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പൂളക്കൂട്ടാനുണ്ട്, പൂളക്കൂട്ടാനും ഉണ്ട്, മീൻകറി ഉണ്ട്. അതേപോലെ തന്നെ ഗൈസ് നമ്മളിപ്പോ മറ്റേ കൈക്കോട്ടും കത്തി വെച്ചാണ് കളക്കാൻ വിചാരിച്ചത്. നമ്മള് മെഷീൻ കിട്ടുമോ നോക്കട്ടെ. നമ്മള് മെഷീനായിട്ട് ഞാനും അനിയനും ചിലപ്പം പോയി കിടക്കും. മെഷീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കാർഡ് മെഷീൻ ഉണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. വാങ്ങാൻ കഴിച്ചു നമുക്ക് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പേരല്ലേ അവിടുത്തെ ആ പേരത്തെ ഇതും പാടാണ് വെട്ടാന്. മെഷീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് പോയി നോക്കാം. എന്തായാലും ചായ അടിച്ചിട്ട് നമുക്ക് ചെന്ന് നോക്കാം. എന്തായാലും നമുക്ക് ചായ അടിച്ചിട്ട് മെഷീൻ വാങ്ങാൻ പോയി നോക്കാം. എന്നിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ഇതെന്താ രാവിലെ തന്നെ പൂളൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണ്. രാവിലെ റേഷൻ പീടിയിൽ പോയി. അങ്ങേപ്പുറത്ത് പൂളുണ്ട്. അപ്പൊ അവിടുന്ന് 2 കിലോ പൂളിയും വാങ്ങിക്കൊടുന്ന് പൊയിഞ്ഞ് മീനും കൂട്ടാൻ വെച്ച് ഞങ്ങള് തിന്നു. മീൻ ഇന്നലെ വാങ്ങിയാ? രാവിലെ വാങ്ങിയതാ. രാവിലെ തന്നെ മത്തി കിട്ടിക്കണ്. ചെറിയ മത്തിയില്ലേ, മത്തിക്കുട്ടിനെ കിട്ടിക്കണ്. അപ്പൊ അതും പൂളി ഉണ്ടായിന്. 2 കൂടി എടുക്കി തിന്നോക്കാം. എന്നാ എടുത്തോണ്ടി. ഞാനത് പഞ്ച പിടിച്ചിട്ട് തന്നെ ഉള്ളല്ലേ എത്തിയാണ്ട്. ഗായ്സ് അപ്പൊ നമുക്ക് എന്തായാലും ചായ കുടിക്കട്ടെ. നല്ല പൈസനുണ്ട്. ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ അല്ലേ. ഗായ്സ് 2-4 കടകളിൽ ഇപ്പൊ നമ്മള് ചോദിച്ചു. ആകെ നമ്മളെ നാട്ടിൽ ഇത് സാധനം കിട്ടാൻ ചാൻസ് കുറവല്ലേ. ഇനി ഇവിടെ ഒരു കടയും കൂടി ഉണ്ട്. ഇവിടെയും കൂടി ചോദിച്ചു നോക്കട്ടെ. ഒന്ന് ചോദിച്ചു നോക്ക്. ഇല്ല എന്താ പറഞ്ഞേ? ഇല്ലല്ലോ, റെന്റിന് കിട്ടുമോ? പക്ഷെ റെന്റിന് കിട്ടൂല. എന്താ പറഞ്ഞത് ചോദിച്ചപ്പോ? ഇവിടെ ഒന്നും അങ്ങനെ സംഭവം കണ്ടിട്ടില്ല. മുറിച്ചുന്ന ആൾക്കാരോട് ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓലത്തുണ്ടാവും അങ്ങനെ വരാന്. ഞാൻ വണ്ടി എടുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് തന്നെ വെട്ടി പിടിച്ചേണ്ടി വരും. കത്തില് കൈക്കോട്ടി കൊണ്ട് ചെത്തിക്ക് വരിക. കൈക്കോട്ടിൽ ചെത്താനൊക്കെ കൊറേ ഉണ്ട്. അത് അതാണ് പറഞ്ഞേ. ഇവിടെ അല്ല ഇവല് പറഞ്ഞത് അങ്ങനെ ഇവിടെ റെന്റിന് കൊടുക്കലില്ല എന്നല്ല പറഞ്ഞേ. അല്ലെങ്കിൽ പിന്നെ വെട്ടുന്ന ആൾക്കാരോട് ചെന്നാണ് ചോദിച്ചേണ്ടി വരും. എങ്ങനെ ഞങ്ങള് ആ മെഷീൻ കിട്ടുമോക്കി. മെഷീൻ കിട്ടിയപ്പോ തപ്പിയപ്പോ സാധനം എന്താ പറഞ്ഞേ? നല്ലൂല് പറഞ്ഞേ മെഷീന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല പൈസ വേണ്ടു. 10-30 ഡേഞ്ചർ സാധനമല്ല.
ഞാൻ കുറഞ്ഞ 25 പറയാൻ നിന്നത്. അപ്പൊ നിങ്ങള് പോകരുതെന്നാ നിങ്ങൾ അറിഞ്ഞു വന്നോട്ടെ വെച്ചിട്ട് ഞാൻ മുണ്ടായി. ഡീസൽ മണ്ണെണ്ണ വേണോ? മണ്ണെണ്ണ അല്ല, പെട്രോള്, ഡീസൽ. മണ്ണെണ്ണ അല്ല, മണ്ണെണ്ണ വണ്ടി പറഞ്ഞു. അവിടെ ഇരുണ്ട് അത് കിട്ടുക അതിനുണ്ടോ? മാറാലല്ലേ ഇപ്പൊ അത് വെട്ടലാണ് മുഖ്യം. കാട് വെട്ടലാണ്. ഞാൻ തട്ടി നേടേക്കൂടെ വേണമെങ്കിൽ തട്ടിക്കോ, കണ്ണ് കാക്കല്ലേ. പിന്നെ അല്ല, കാടിട്ട് മെഷീൻ കിട്ടാത്തോണ്ട് നമ്മളെന്താ ചെയ്യണേ? കൈക്കോട്ടും കത്തിയും കൈക്കോട്ടൊന്നും വേണ്ട, കത്തിയതി ആണോ? വെട്ടാനറിയോ? ഇല്ലേ? ആണോ? മമ്മ സപ്പോർട്ട് ചെയ്താൽ മതി, ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി. ഹൊയ് 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 പറഞ്ഞാൽ മതി. എന്തേ പറഞ്ഞു ചോദിച്ചോ? കിട്ടിയോ? എന്ത് വല്ലോട് ചോദിച്ചോ? പറഞ്ഞു ഒന്ന് പോയേക്കാം. അത് അവിടെ പോയേക്കാം, അവിടെ അല്ല. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മളെ തോട്ടല്ല, താഴത്തെ തോട്ടാണ്. ആദ്യം അറിയോ, ഓല അവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇനി ഓലോട് ചെന്നിട്ട് ചോദിച്ചു നോക്കട്ടെ. അതായത് കാരണം നമ്മൾ ഈ മുമ്പാകെ ഞാൻ ഇപ്പൊ 2 ദിവസം മുമ്പ് കാട്ടി തന്നിതാക്കണം. പന്നിയൊക്കെ വന്നാണ്ട് ഇവിടെ കളച്ചു മറിച്ചിട്ട് പോയതാണ്. പിന്നെ പോരാത്തതിന് പാമ്പും ഉണ്ടായിന് ഇവിടെ. ഇന്നലെ വട്ടക്കുറച്ചുണ്ടായിന് ഇവിടെ കയറിയിട്ട് ഇതിന്റെ ഉള്ളിലത്തെ പൊത്തിന്റെ ഉള്ളിൽ കയറിക്കണേ. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പാമ്പ് ഇതൊക്കെ ആയതുകൊണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം. അപ്പൊ നമ്മള് പരിപാടിക്ക് തുടങ്ങാൻ പോവാണ്. ഇതാക്കണ വടി എടുത്തു. പിന്നെ എന്തൊക്കെയാണ്? 2 കത്തി. എന്താ എറുമ്പോ? ചോണന്റെ എറുമ്പാളുണ്ട് ഗൈസ്. നമ്മൾ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു. പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു കാടല്ലേ അത് വെട്ടിക്കോളി എന്നാ പറഞ്ഞത്. അതെ അല്ലേ? കാടായോണ്ട് കുഴപ്പമില്ല, മരങ്ങളൊന്നും വെട്ടിയതെന്നാണ്. കാട് വെട്ടാനാണ്. കാടിട്ട് മാത്രട്ടോ ബാക്കി ഇവിടുത്തെ ഈ ഇത് മാത്രം. 2 കത്തിണ്ട്. ആരൊക്കെ വെട്ടണേ? പാമ്പിനെ കണ്ട തല്ലാനാണ്. വടി തച്ച് ഇതാക്കാനോ, പുല്ല് ഇതാക്കാനോ? മമ്മക്ക് വയ്ക്കൂലല്ലോ. മമ്മ സപ്പോർട്ട് ചെയ്താൽ മതി, വന്നാണ്ട് ഒപ്പം നിന്നാ മതി അല്ലേ? പാമ്പുണ്ടാവും, ആ പൊത്തിന്റെ ഉള്ളിൽ പാമ്പുണ്ടാവും. അങ്ങനെ തല്ലി ഇതാക്കണല്ലോ. ഇമ്മാക്കണം ഇവിടെ കത്തി കൊണ്ട് ഇതാക്കുന്നുണ്ട്, വടി കൊണ്ട് തല്ലിയാണ്ട് ആക്കുന്നുണ്ട്. ഏത്? എന്റെ കാലിട്ടോ, എന്റെ കാലും കൂട്ടിയിട്ടല്ലേ ജനലോ? ഇത് നമ്മളെ ജനലാ? ഗൈസ് ഇവിടെ ഒരു ജനലുണ്ട്, കാണുന്നുണ്ടോ നിങ്ങക്ക്? വാങ്ങിയപ്പുറത്തെ ജനൽ ചെയ്തൊടിക്കണം. അപ്പൊ ഞാൻ ജനല് വാങ്ങാൻ പറഞ്ഞു. അതിൽ ആ വണ്ടിക്കാരൻ പോയി വാങ്ങിക്കൊണ്ടു. അവിടെ കൊണ്ടുനോക്കുമ്പോ വെക്കാൻ പറ്റില്ല, വലിയ ജനലാണ്, അത് ചെറുതാണ്. അളവൊന്നും കൊടുത്തില്ല. ശരി. അപ്പൊ അത് തിരിച്ചു കൊടുത്തൂടെ? അത് ഇവിടെ കൊണ്ടുവച്ചു കൊണ്ടുവച്ചു. അത് ശരി. നഷ്ട കച്ചവടം ഉണ്ടോ? എവിടെ ഉണ്ട് ബലി? ആര്? കുട്ടികളൊക്കെ പാടാം. കുട്ടിയാളോ? ഞാൻ പറഞ്ഞുതരാം. ഇത് അങ്ങോട്ട് കയറ്റാൻ വേണ്ടി പോയതാണ്. ഇത് എങ്ങനെയോ വീണു പൊട്ടി. ഗൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല, ഇതാണ് ജനലാണിത്. കാലിനടിച്ചല്ലേ ഗൈസ്? അവിടെ നിറച്ച് പൊന്തേ കാട് ഇതൊക്കെ. ഇമ്മ അങ്ങോട്ട് പോരി, ഇമ്മ അങ്ങോട്ട് കയറി കഴിഞ്ഞു. പന്നി മാന്തി അടച്ചാണ് ഗൈസ് നമ്മൾ നോക്കണത്. ഇമ്മ അങ്ങോട്ട് കയറി. മമ്മക്ക് ഒന്നാമത് വെജാത്തയാണ്. ഞാൻ അതിന്റെ അടി കൂടെ പറിച്ചാൻ നിൽക്കല്ലേ? അവിടെ പൊത്താണ് കേട്ടോ അവിടെ ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാമ്പ് ഇന്നലെ കേറിന്ന് പറഞ്ഞ ഇവിടെ ഉണ്ടോ? നോക്കി ഇത് പണിയെടുത്താൽ മതിയേ. കണ്ടോ ഇവിടെ കണ്ട കല്ലിന്റെ പൊത്തുകളാണ്. പിന്നെ ഉമ്മമാന്റെ മെയിൻ പരിപാടിയാണ് ഈ പരിപാടി. ഇങ്ങനെ പൊത്തിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ കൈയിട്ട് മാന്തല് ഉമ്മമാന്റെ മെയിൻ പരിപാടിയാ. ഇപ്പൊ വെജല്ലോ അല്ലെങ്കിൽ ചെന്ന് പോണേ. ഉമ്മമാനോട് അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല വേണ്ടേ, ഇങ്ങോട്ട് കയറിക്കടി, അങ്ങോട്ട് തിരിച്ചു കയറിക്കടി. ഗൈസ് ഇന്നാളെ ഒരു വട്ടം ഇടിഞ്ഞാണ് നിങ്ങളിപ്പോ ഈ കാണുന്നതും പിന്നെ ഒന്നും ഓന്റെ അടുത്ത് കാണുന്നതും. പന്നി കയറിയിട്ട് മാത്രമൊന്നല്ല, മായ ചെയ്തൊരു ഇടിയും കൂടിയാണ്. കാലൊക്കെ മാറ്റിക്കോ, കാല് മാറ്റിക്കോ, അവിടുന്ന് മാറി നടി. അതിനാണ് അടിയാണ് കൊടുക്കുക, ഒറ്റ അടിയാ കാലിന്. ഇവിടെ ഉണ്ടോ ആ പന്നി മാന്തിയ ഇവിടെ ഉണ്ടോ? ആ പുല്ല് മണക്കാണത്. പൊത്തളുണ്ടോ കേസ്? പാമ്പുറുമ്പ് അടിച്ചോ? പാമ്പുറുമ്പ് പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കടച്ചിലാണ്. ഒരു ഉറുമ്പാണത്. ഇത് വലിച്ചു നീക്കണം കേട്ടോ. ഞാൻ അടിച്ചിങ്ങനെ ആക്കി തരുന്നുണ്ട്. ഇതിങ്ങനെ തോണ്ടി വലിച്ചു നീക്കണം. കണ്ടില്ലേ? ഇങ്ങനെ വളരും. വെട്ടി വേരോടെ വെട്ടി കളഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലടാ, ചെയ്യും. ഈ ഒരു മരം നമ്മളെ ചെറുപ്പം തൊട്ടുണ്ടല്ലേ? ചെറുപ്പം തൊട്ട് ഇത് നമ്മളെ ചീമക്കൊന്നന്റെ മരമാണ്. നമ്മൾ ഇതുമ്മ കേടുന്ന് ഇതുമ്മ പ്ലാശം ഫ്രൂട്ടിന്റെ വള്ളിയൊക്കെ ഉണ്ടായിന്, ഊഞ്ഞാല് എന്തൊക്കെ ഉണ്ടായിന്. ഓരോ വട്ടം കയറുമ്പോഴും ചീത്താറി. അനക്ക് ഓർമ്മ ഉണ്ടോ? അത് നമ്മൾ അതിരിക്കല്ലേ? അതിരിക്കല്ലാണ്. എന്താണ് ഗൈസ് പാമ്പിന്റെ തോല് എവിടെ? പറഞ്ഞിട്ട് വിശ്വാസം ആവാത്തവർക്കാണ് പാമ്പിന്റെ തോലാക്കണ. കണ്ടില്ലേ? അതാക്കണടാ, ഈ കൂടെ ഒക്കെ ആക്കണേ. നമ്മളെ സ്കൂൾ മുറിന്റെ ഭാഗത്താണ് പാമ്പിന്റെ ഒരു
സമ്മേളനം ഉണ്ടാവില്ല ഇതുണ്ടോ ഇവിടൊക്കെ ഉണ്ട് ഇവിടൊക്കെ ഉണ്ട് പാമ്പിന്റെ തോലി പാമ്പിന്റെ തൊലി മാത്രമേ ഉള്ളൂ പാമ്പില്ല പാമ്പുണ്ടാവും നോക്കിയാ മതി. 6 കോഴിക്കളെ കുറുക്കം കൊണ്ടുപോയില്ലേ? കുറുക്കനെ കൊണ്ട് തീറ്റായി. വലിയ പാടാണ്. മമ്മ അവിടെ നിന്ന് പോരി. മമ്മ അവിടെ പൊത്തുണ്ട്. മമ്മാനോട് എന്താ പറഞ്ഞ കേക്കില്ലേ? ഗൈസ് ഇതാണ് മമ്മാനോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മ കേൾക്കൂല. കാരണം ഇവിടെ ഒരു വലിയ പൊത്തുണ്ട്, അങ്ങോട്ട് പോകല്ലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണില്ല. നമ്മള് ഗൈസ് നമ്മളെ ഈ മുറ്റം, അതായത് നമുക്ക് ഇവിടെ ഒന്ന് കാണുന്ന ഭാഗം മാത്രമാണ് നമ്മളാക്കുന്നത് കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊഴിലുറപ്പാർക്ക് എടുക്കാനുള്ളതാണെന്നാ പറഞ്ഞത്. അത് ഒക്കെ തൊഴിലുറപ്പാർക്ക് ഇല്ലാണല്ലോ. ഇതെന്താ പറയുക, ഇതിപ്പോ നമ്മള് സേഫ്റ്റിക്ക് വേണ്ടിട്ട് നമ്മള് ചെയ്തു വെക്കാണ്. ഇപ്പൊ ഇങ്ങോട്ട് പൊന്തല്ലാത്തതുകൊണ്ട് മൃഗങ്ങൾ ചിലപ്പോ, അതായത് ജന്തുക്കൾ ചിലപ്പോ ഇങ്ങോട്ട് കയറാൻ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അരണാക്കണേ ഗൈസ്. അരണക്കുട്ടി കാണുന്നുണ്ടോ ഗൈസ്? അരണയാണ് കാണുന്നത്. കാണുന്നുണ്ടായിരിക്കും. അരണയുടെ കുട്ടിയൊക്കെടാ പെട്ടെന്നുണ്ടാ പാമ്പാന്ന് വിചാരിച്ചു, പക്ഷെ പാമ്പല്ല കേട്ടോ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഗൈസ് നമ്മളിവിടെ വെട്ടാല മെയിൻ കാരണം. മറ്റേ ഞമ്മക്കും പ്രശ്നമാണ് ഇല്ലടാ. ഒരു രാത്രി മുറ്റത്തേക്കൊക്കെ ഇറങ്ങണില്ലാണ്. അതെ, അമ്മക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഗൈസ്. അമ്മ തൊഴിലുറപ്പിന് പോയില്ലേ? തൊഴിലുറപ്പിന് മാത്രമൊന്നല്ല, കൂലിപ്പണിക്കും പോയില്ല. നമ്മള് ഓലെ തൊഴിലിന് തൊഴിലുറപ്പ് മാത്രമല്ല അവിടെ ഉണ്ട് അരിവാള് എടുത്തോണ്ടെന്നാ ഗൈസ്. ഞാൻ പോയിട്ട് അരിവാൾ എടുത്തോണ്ടേ കേട്ടോ. നമ്മളെ അരിവാള് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം എത്ര 2 കൊല്ലേ 2-3 കൊല്ലായിട്ടായിക്കാണല്ലേ പോത്തുംകുട്ടിയുള്ള ടൈം വാങ്ങിയാണ്. ഞങ്ങൾ പോത്തില്ലായ ടൈമിൽ ആ ടൈമിൽ വാങ്ങിയത്. കാരണം പുല്ല് വെട്ടിക്കൊണ്ടുവരാൻ വേണ്ടിട്ട് വാങ്ങിയ അരിവാളാണിത്. ഇതുകൊണ്ട് വെട്ടിയിട്ട് തന്നെയാണ് എന്റെ ഈ കജ്ജ് മുറിഞ്ഞീന്. ഞാന് വിരലും കുട്ടീനെ വെട്ടിയതാക്കണേ. നിങ്ങളിപ്പോ ഇത് കാണുന്നുണ്ടോ? ഈ ഒരു പാടും ഇമ്മമ്മ ആശുപത്രി കിടക്കും. ഇമ്മമ്മക്ക് സോഡിയം കുറഞ്ഞിട്ട് കൊണ്ടുപോയില്ലേ? ഇവിടെ ആരുമില്ല, പെരിയിൽ ആരുമില്ല. ഞാൻ ഒറ്റക്ക് അതില് പോത്തിന് തിന്നാൻ എന്തെങ്കിലും വേണല്ലോ. ഞാൻ ഒറ്റക്ക് പുല്ലരിയാൻ പോയി ആ കുന്നിന്റെ മോൾക്ക്. അവിടെ പോയാണ്ട് ഇതേമായിക്ക് ഓരോരോ തൈ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമില് ഒറ്റപ്പെട്ട കജ്ജും കൂട്ടി ഒറ്റപ്പെട്ടല്ല. നേരെ വെട്ടിയ കജ്ജിനെ അവന് മുറിഞ്ഞിട്ട് ചോര നിന്നിട്ട് ഓന്റെ സ്പോട്ടില് ഞാൻ തലയിറങ്ങി വീണു. പിന്നെ എന്താ പിന്നെ കുറച്ച് കഴിയുമ്പോ പിന്നെ ബോധം വന്നു. ഞാൻ അടുത്ത് പോന്നു. ഒക്കെ ഇടിഞ്ഞുണ്ടോ ഇവിടെ ആ മൂച്ചി മുറിച്ചില്ലേ ഐറ്റങ്ങൾ ആ മരം ഇതിലിറക്കിയ അവിടെ ഇറക്കി. 3000 റുപ്യക്കല്ലേ മൂച്ചിയും 4 മരങ്ങളും കൊടുത്തത്. അന്നത്തെ അവസ്ഥ അന്നത്തെ അവസ്ഥ നിങ്ങൾ ഈ ദണ്ടും കൊണ്ട് നടക്കും. ദണ്ടോ? എന്ത് ദണ്ട്? കാരണം ഈ വീഡിയോ എടുക്കുന്നത് പണ്ടത്തെ യൂട്യൂബ് ചാനലിൽ ടെന്റും കൊണ്ട് ഞങ്ങൾ കാടും സാധനമല്ല. പൈസങ്ങാണ്ട് നിങ്ങളും പോവുക ഞങ്ങളും പൈസ നോക്കിയിരിക്കാം. കിട്ടിയ കൈക്ക് കൊടുത്താൽ കൈക്ക് വാങ്ങാൻ മതി. അതെ, വലിയൊരു മാങ്ങമൂച്ചിയും 2-4 വേറെ മരങ്ങളും അതിൽ മഹാഗണിയൊക്കെ ഉണ്ടായിനി. അതൊക്കെ കൂടി 3000 റുപ്യ കൊടുത്താണ്. അവസ്ഥ അതാണ്. പോട്ടെ, നമ്മൾ ഇവിടുത്തെ പണി കഴിഞ്ഞു. കക്കൂസിന്റെ ഭാഗത്താണ്. അവിടെ ഉണ്ട്, ബാത്റൂമിന്റെ അവിടെ ഉണ്ട്. കുറച്ചുകൂടി അതും കൂടി നമുക്ക് നോക്കാം. കൊയങ്ങിട്ടോ, കൊയങ്ങിയിട്ട് വന്ന് കുത്തിരിക്കാണ്. ക്ഷീണിച്ചോ അമ്മ? ഹാരി വെറുതെ കുത്തിരുന്നിട്ട് ഉമ്മ ക്ഷീണിച്ചു എന്നാണ്. നമ്മുടെ കുത്തിരുന്നോളി ഉച്ച ടൈമാണ്. നിങ്ങൾ നോക്കി, നിങ്ങള് ഒരു രാവിലത്തെ ഒരു ഫീലില്ലേ? വെയിലില്ല, മയക്കാറ് മൂടിയിട്ടേ. ടൈം 2 മണിട്ടായടാ. മൂപ്പായിട്ടില്ല, വെട്ടാനായിട്ടില്ല. പിന്നെന്തിനാ പോയി വെക്കണം? അത് ശരി. പിന്നെ പോയി വെക്കാ മൂത്തിക്കണ നമുക്ക് അറിയില്ലേ? അല്ലെ പൊട്ടി കൊഞ്ഞാടൂലേ? ചെന്നോക്കാം. എന്തായാലും കുറച്ചേരം റെസ്റ്റ് എടുക്കല്ലേ? റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ നമുക്ക് ഇത് പിടിച്ചിട്ട് കൊഞ്ഞോ? പിന്നെ റെസ്റ്റ് പറഞ്ഞപ്പോ മഴ ഇതെന്താ ഞാൻ നടക്കല്ലേ പിന്നാലെ ഞാൻ കൊയങ്ങൂലേ? റെസ്റ്റിനൊന്നും നിൽക്കാൻ നേരമില്ല, വേഗം നോക്കാ പണിയത്. നോക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും കളത്തേക്ക് ഇറങ്ങാണ്. സാധനങ്ങളൊക്കെ ടൂൾസ് ഒക്കെ കയ്യിലെടുത്തേക്കണ്. മമ്മ എടുത്തില്ലേ? ബേരി നടക്കി ഇവിടെ ഉണ്ട് കഴിച്ച് നമ്മൾ ഡ്രസ്സുകളൊക്കെ ഉണക്കാൻ വെക്കല്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലമല്ലേ നമുക്ക്. എന്നാലും ഒരു വിധത്തിലൊക്കെ കണ്ടതാവും. എവിടെടാ? ഏത് ഭാഗമാണ്? ഈ നമ്മളെ കിണറാണ്. ഇതിപ്പോ നമ്മളെ കക്കൂസിന്റെ കുയ്യാണ്. അതെ, പണ്ടത്തെ കിണറ് നല്ല താഴ്ചണ്ട്. ഇന്നിപ്പോ അല്ലെങ്കിൽ ഇമ്മമ്മ അവിടെ വെട്ടിയത്. ഉമ്മ നിന്നോളി. ആണോ? ബാത്റൂമിന്റെ ഉള്ളില് അതിന് ഇന്നലെ കൊല്ലാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. ചെറിയ പാമ്പ് കുട്ടിയാണ്. ചിലപ്പം പാമ്പുകളുണ്ടാവും കഴിച്ച്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവിടെ മതി കുറച്ച്. നമുക്ക് ഈ ബാത്റൂമിന്റെ ഈ ഏരിയയിൽ കുറച്ച് മതി. പണി തുടങ്ങാം. നിന്നോളി, തുടങ്ങിക്കോളി. ക്യാമറ കേട്ടോ. എന്താണ് നല്ല സുഖണ്ടല്ലേ? ഞാൻ കുഴങ്ങി താഴത്തെ പണിയെടുത്തപ്പോ ആ കുഴങ്ങി. പുല്ലൊട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മെനക്കുള്ള പരിപാടിയാണ്. നോക്കി കണ്ടു നോക്കട്ടോ, എന്റെ മേത്ത് കയറില്ലേ?
അമ്മമ്മ കഴിച്ച് കണ്ടില്ലേ അമ്മമ്മ ഇങ്ങനെ വെട്ടും അത് വെട്ടിക്കോട്ടെ അമ്മമ്മയോട് ആരും സ്റ്റോപ്പ് എന്ന് പറഞ്ഞില്ല എന്നുണ്ടല്ലോ അമ്മമ്മ ആടുന്നുണ്ട് ഈ കാട് ഫുള്ള് അങ്ങോട്ട് വെട്ടിയായിട്ട് വരും. അമ്മമാന്റെ ആയ കാലത്ത് ഉമ്മമ്മ ഇങ്ങനെ നല്ല ആണോ കഴിഞ്ഞ കൊല്ലം വരെ ഉമ്മമ്മ കായ്സ് ഇത് കൂടി ആയിക്കൂടി ഒക്കെ വന്നിട്ട് അങ്ങനെ വെട്ടിക്കൂട്ടും അമ്മ ഒറ്റക്ക്. ഉമ്മ പണിക്കോവും വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഉമ്മമ്മ വെക്കണ് ഓരോ കൈമീൻ കാൽമീൻ ഓരോ മുറിയായിട്ട് ഇങ്ങനെ കുത്തിരിക്കണ്. എന്തേ കാരണം ചോദിച്ചു കഴിഞ്ഞാല് തോട്ടം വെട്ടി അവിടെ ആകെ പൊന്ത പിടിച്ച് കിടക്കുക. ഉമ്മമ്മ കണ്ടില്ല കൈസ് അരിയണ കോലം ഇങ്ങനെയാണ് അരിയല്. ഉമ്മമ്മക്ക് ഈ പുല്ലൊക്കെ വെട്ടിയിട്ട് നല്ല ശീലമാണ്. ഞങ്ങക്ക് പോത്തും കുട്ടികളൊക്കെ ഉണ്ടായപ്പോഴേ പണ്ട് പശുക്കൾ ഗൈസ് അതേപോലെ തന്നെ ഈ കാണുന്ന നമ്മളെ ആലയാണ് കേട്ടോ. അതായത് ഒരു എത്ര കൊല്ലമായി ഇപ്പൊ നമ്മള് പശുക്കളെ വിറ്റിട്ട്? ഒരു 10 കൊല്ലത്തിന് മുകളിലായി കാണോ? 10-15 കൊല്ലമായി കാണോ? പിന്നെ 10-20 കൊല്ലോ? ഞാനൊക്കെ ഉള്ള ടൈം ഉണ്ട്. ഇല്ല ഞാനൊക്കെ ഉള്ള ടൈം ഉണ്ട്. ഞാൻ 1ാം ക്ലാസ് പഠിച്ച ടൈമിലുണ്ട്. ഇവിടെയാണ് നമുക്ക് ആല. പിന്നെ ഇത് നമുക്ക് എന്തോ കഞ്ഞിമൂല അങ്ങനെ എന്തോ ആയതുകൊണ്ട് ഇവിടുത്തെ പശുക്കുട്ടികളൊക്കെ ചത്തു ഈ ഒരു ഭാഗത്തെ. പിന്നെ അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്കാക്കി. അപ്പുറത്ത് നമ്മൾ ചേമ്പും ചരങ്ങൊക്കെ നട്ടില്ല അങ്ങോട്ടാക്കി. പശു പ്രസവിച്ചിട്ട് പിന്നെ പശു നീച്ചിട്ടില്ല. നല്ലൊരു പാലക്കല്ല പശുവാണ്. എങ്ങനെ പെരിച്ചായി മാന്തിട്ട് ആകെ നമ്മളെ കോഴിക്കോട് പെരിച്ചായി മാന്തി കയറുന്ന ഓളാണിട്ടത്. എന്തിന്റെ വായ്പാണാവല്ലേ ആ പെരിച്ചായിക്ക്? നമ്മളപ്പോ ബാത്റൂമിന്റെ അവിടുത്തെ പുല്ലൊക്കെ ചെത്തിക്കോല തുടങ്ങി. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാള് നമുക്ക് കട്ടൻ തണുക്കണില്ലമ്മ. തട്ടല്ല കട്ടം. അതായത് ഗൈസ് നമ്മളെ 3 ജനാലിന് നമ്മളെ ജനാലിന്റെ അവസ്ഥകൾ എല്ലാവരും കണ്ടല്ലേ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ ജനാലിന് ഞങ്ങൾ രാത്രി കടക്കാൻ നേരത്ത് മാത്രമാണ് തുണി വിരിച്ചിടും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പല ഏജന്തുക്കൾ കയറാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല കാറ്റൊക്കെ വരൂലേ, കാറ്റൊക്കെ കയറാക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ തുണി വിരിച്ചില്ലാണ്. നമുക്ക് ജനാലില്ലാത്തോണ്ട് തന്നെ, അതായത് ഗ്ലാസ് ഇല്ലാത്തോണ്ട് തന്നെ ഫുൾ ഓപ്പൺ ആണ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓപ്പൺ ആണ്. ആരും വന്നു കഴിഞ്ഞാൽ കാണും ചെയ്യാം. പിന്നെ അതേ മൈക്ക് രാത്രി തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. അടച്ചൊക്കെ ഇപ്പൊ സാധാരണ നമ്മള് കാട്ടിക്കൊണ്ട് നിൽക്കല് ഇത് കണ്ടങ്ങള് ബെഡ്ഷീറ്റ് എടുത്താണ്ട് ഇതാക്കും. അങ്ങനെ നിനക്ക് ഇതാക്കിയാണ് ചെയ്യല്. അപ്പൊ നമുക്ക് കുറച്ച് ആൾക്കാർ കട്ടൻ തന്നെ. അപ്പൊ ഞങ്ങൾ അതിന്റെ കമ്പിയൊക്കെ ചെന്നാണ് വാങ്ങിക്കൊണ്ട്. കട്ടൻ മാത്രമല്ല, ഇനി കമ്പി നമുക്ക് പിന്നെ ഞാൻ പിടിയിൽ പോയി ചോദിച്ചപ്പോ 1,500 റുപ്യന്റെ ഉള്ളിലുള്ളൂ. അപ്പൊ നമ്മൾ ആ കമ്പിയാണ് വാങ്ങി. നമുക്ക് കട്ടൻ വിറ്റ് ചെയ്തോ അല്ലെ? കുറെ കാലത്തിന് ശേഷമല്ലേ നമ്മളെ പേരിൽ കട്ടൻ വിരിക്കണത്. നമ്മളെ പേരിൽ ഇങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല. ഇനി പേരുണ്ടാക്കിയിട്ട് കട്ടൻ വെച്ചിട്ടില്ലേ? ഞങ്ങള് പോയിട്ട് വെക്കണേ കമ്പി വാങ്ങിക്കൊണ്ടു. കമ്പി അതിന്റെ ക്ലാമ്പും വാങ്ങിക്കൊണ്ടു. ആ കട്ടൻ എടുത്തമ്മ. ഇതാണ് നമ്മളെ കറക്റ്റ് കേട്ടോ. നമുക്ക് 3 ജനാലിനുള്ള കട്ടൻ ഉണ്ട്. നിലത്തല്ല, നിലത്തിലൊക്കെ തട്ടി വെക്കാം. നമുക്ക് നോക്കി നോക്കാം, കുറച്ച് ഹൈറ്റിൽ കെട്ടി വെക്കാം. അളവിൽ നോക്കിട്ട് തന്നെ 3 ജനാലിന്റെ ഉണ്ട് വാങ്ങിക്കൊണ്ടു. കട്ടൻ എന്ന് വെച്ചാൽ കട്ടൻ നമുക്ക് വെച്ച് കാണിച്ചു തരാം. അതിന്റെ ഉള്ളിൽ കൂടെ മറ്റ് അത് കളെ പ്ലാസ്റ്റിക് കളയുമ്പോൾ അതിനെ ഞാൻ നോക്കിയിട്ടാണ് പോയത്. അവിടെ ഇതാക്കണേ, അത്രക്ക് വരണോ? എന്നെ 2 ഒന്നുമ്പോ തന്നെ 2 ബുക്കല് ആണിയൊക്കെ ഉണ്ട്. ഒക്കെ മതിയാവും. എവിടേക്കാ തുറക്കണടാ? 3 റൂമുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ക്ലാമ്പ് നമ്മൾ ഇതാക്കിയാണ് അടിച്ചു വെക്കാണ്. എന്നിട്ട് ഇതാക്കി വെക്കല്ലേ? ഓക്കെ, എന്തായാലും അടിച്ചു വെച്ച് അടിച്ചു കഴിഞ്ഞാല് അതാണ് പ്രശ്നേ. ചുമരടക്കം അങ്ങോട്ട് പോരും. എന്തായാലും അത് കണ്ട കൈ അടിച്ചിട്ട് പൊളിയണുണ്ടോ? അതിമ പിടിച്ച് തൂങ്ങാനൊന്നും പറ്റൂല. കുട്ടികളെ ആരെങ്കിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നോക്കേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒന്നായിട്ട് തല്ലിക്കൂടെ കൊഞ്ഞാടും. അത് ശ്രദ്ധിച്ചാ മതി. ഒന്നാമത് തേക്കാത്ത ചുമരല്ലേ, അതുകൊണ്ടാണ് ഗൈസ്. സിമെന്റ് അതിന് ഇവിടെ എവിടെ സിമെന്റ്? അത് സിമെന്റ് മൊത്തം പോരും അമ്മ. വിധത്തിൽ ഇങ്ങനെ സെറ്റായി നിക്കണുണ്ട്. വല്ലാതെ ഉറപ്പൊന്നുമില്ല. നല്ലൊരു മഴത്തിലൊക്കെ കിട്ടുന്നുണ്ട്. തൂങ്ങാൻ മതി. കുട്ടികളെ വരുമ്പോ നോക്കിയാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളാരും തൂങ്ങാനൊന്നും വരുന്നില്ലല്ലോ. ഗൈസ് അളവ് നോക്കിയാണ്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒന്ന് അടിച്ചു കഴിഞ്ഞില്ല. ഇനിയിപ്പൊ ഇവിടെയും കൂടി ഒന്ന് നോക്കിയാണ്ട് വെക്കുന്നുണ്ട്. കമ്പി പിടിച്ചാനാ ഇതൊക്കെ ഗൈസ് കളിമണ്ണ് കൊണ്ട് വാരിയാണ് പൊത്തി വെച്ചാണ് കേട്ടോ. മണ്ണൊക്കെ വാരിയാണ് പൊത്തി വെച്ചിക്കാണ്. നമുക്ക് അതിന് എത്ര ഉള്ള ബാക്കി നമ്മള് വെച്ചാണ്. പൂച്ച കയറിയിട്ട് വെച്ചാക്കിയല്ലേ? പൂച്ച കയറിയിട്ട് അങ്ങനെ ഇതാക്കിയല്ലേ? പൂച്ചാളി ഈ ഗ്യാപ്പ് കൂടെ ഇങ്ങനെ നടക്കും ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഇതാക്കി വെച്ചാണ്, ബ്ലോക്ക് ആക്കി വെച്ചാണ് മമ്മ. അതുണ്ടാവും, ഇറക്കണ്ടാവൂടാ. മണ്ണല്ലേ, മണ്ണും കേട്ടല്ലേ ഗൈസ്. അളവ് ഓക്കെ ആണെന്ന് കരുതണേ.
ഞാൻ കാണിത്തരാം. അതെടുക്ക് അതേമൊന്നും ഊര് ഗൈസ് നമ്മള് ഫസ്റ്റത്തെ തുടങ്ങുകയാണ് ആദ്യമായിട്ടാണ് അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാണ് അങ്ങനെ വെക്കുക ഇനി ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇതിന്റെ ഉള്ളിൽ കേട്ടാ ഒന്നുകൂടിയും വെക്ക ഇനി അതേപോലെ തന്നെ ഒന്നുകൂടി വെക്കുമ്പോ ഇവിടെ ആ സാധനം കിട്ടും. അത് ഇടാനായിട്ടില്ലേ ഒന്നുകൂടി ഇടാണ്ട് ഇനി അതേപോലെ തന്നെ മടക്കേണ്ടതാക്കി എങ്ങനെ മമ്മ ഒന്ന് പോരെ എണ്ണമാണെന്ന് രണ്ടെണ്ണമാണോ അതിനെ നോക്കിയില്ലേ ഇത് പുറം അല്ല ഏ എങ്ങനെയൊക്കെ ഇടറേ അങ്ങനെ തന്നെ ഇട്ടി. ഉൾഭാഗത്തേക്ക് ഡിസൈൻ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോഴേ അങ്ങനെ വെച്ചോളാം അങ്ങനെ തന്നെ വെച്ചോളാം നല്ല വർക്ക് എവിടെ ഉള്ളില പുറത്താ കാണ്ടി എങ്ങനെയാ വെച്ചോളാം ഇങ്ങനെ തന്നെ അതിന്റെ അടപ്പ് അതല്ലേ ഈ ഭാഗം ഉള്ളിക്ക് വേണോ അതോ പുറത്തേക്ക് വേണോ അല്ല ഞമ്മക്ക് കാണണോ അതോ പുറത്തുള്ള ഉള്ളിക്ക് കാണണോ കാണണം. നമുക്ക് കാണണം പുറത്തുള്ളവര് എപ്പോഴും പൈമക്ക് നോക്കിക്കാ. അല്ല ഞാൻ ചോദിച്ചു ഇനി നോക്ക് ടൈറ്റ് ആക്കണ്ടോ അവിടെ ഇവിടെ ഉപ്പല്ലേ പാകല്ലേ. ടൈറ്റ് ആക്കി അത് വെച്ചു സെറ്റപ്പായില്ലേ പരിപാടി നല്ലൊരു രസമുള്ള പരിപാടിയാണ് കിട്ടിയില്ലേ അങ്ങനെ കുറച്ച് മതി എന്തിന് മൂന്നെണ്ണം ഇടുമ്പോഴേ ഒരു നല്ല ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് നിക്കുമ്പോ രസം ഉണ്ടാവും. ഇത് മതി രണ്ടെണ്ണം മതി കണ്ടോ അഥവാ ബാക്കി ഉണ്ടെങ്കി ഒന്നും കൂടി ഇടുക കേട്ടോ. ബാക്കി ഉണ്ടാവില്ല ബാക്കി ഉണ്ടാവില്ല അളവ് കറക്റ്റ് ആക്കിയാണ് വെച്ചിക്കല്ലേ ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ രണ്ട് ജനലുള്ളൂ മൊത്തം 6 നമുക്ക് നോക്കാം കാറ്റൊക്കെ ഉണ്ടാവുമ്പോഴേ കാറ്റുകൾ തള്ളാതെക്കാൻ വെക്കാണെന്നുള്ളൂല്ലേ നമുക്ക് രണ്ടാമത്തെ സ്ഥലം നോക്കാം രണ്ടാമത്തെ അടുത്ത് കഴിഞ്ഞാൽ എവിടെ വെക്കണം എന്റെ റൂമിലോ എന്നാ മോണ്ടന്റെ റൂമിലും കൂടി ആക്കുകയാണ് തല അയിമ തട്ടണ നോക്കിക്കോട്ടെ ഫാനുമേ അതെ ഐഡിയ നമ്മളിവിടെ പ്ലാൻ ചെയ്യണ് ഗൈസ് ഇതാണ് നമ്മളെ വൈഫൈ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈഫൈ വേണം അതുകൊണ്ട് നമ്മൾ വൈഫൈ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞിനൊന്നും അറിയില്ലല്ലേ പറഞ്ഞിനോ ഫാനോടെ ഇറങ്ങണ് അത് മൊബൈൽ ചൂടായിട്ട് ഗൈസ് നമ്മൾ കൂളർ വാങ്ങിക്കണം അതായത് വീഡിയോ എടുക്കുമ്പോ ഹീറ്റാവും മൊബൈല് നല്ല ഹീറ്റാവും അപ്പൊ നമ്മള് കൂളർ വേണം ഇതില്ലാതെ നടക്കൂല അപ്പൊ കൂളാവാൻ വേണ്ടിട്ട് നമ്മള് കൂളർ വെച്ചാണ് മയത്തിലൊക്കെ മുകളത്തൊന്നും അടിച്ചോളാം അടിച്ച് ചുമരെടുക്കാൻ പോരും മതി വാർത്ത ഓർക്കട്ടെ കൊടുക്കാണ്ടില്ലോ അടിച്ചട്ടെ അത് കുഴപ്പമില്ല വയറപ്പുറത്തല്ലേ ഒന്നും ചെയ്യാനില്ല രണ്ടാമത്തെ അടിച്ചു കഴിഞ്ഞു ഇത് ഗൈസ് ഇഷ്ടികല്ല കേട്ടോ ചുടുകട്ടയാണേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ കട്ടിൽ കുറച്ചും നീക്കേണ്ടി വരും കുറച്ചങ്ങോട്ട് വലിച്ചേണ്ടി വരും അവസാനം ഇറക്കാം അത് ആദ്യം വെച്ചിട്ട് നമുക്ക് വലിച്ചാൽ മതി ഒന്ന് ഇവിടെ ലെവലാക്കി വെച്ചിനി അങ്ങനെ തന്നെ എടുത്തോളി ഒന്നങ്ങനെ മറ്റേ കൂടി ഇനി രണ്ടെണ്ണം കൂടി ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടെണ്ണം കൂടി മാത്രം ഉണ്ടാവും അവിടെ തോന്നുന്നുണ്ട് അത് നോക്കാം ആദ്യം അവിടെ വെച്ചോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം എന്നാ ഇതുകൂടി കയറിയോ അതായിക്കോട്ടെ തന്നെ കയറ്റിക്കോ അതിൻ്റെ ഉൾഭാഗം അങ്ങനെ തന്നെ ചുട്ടിട്ട് ഗൈസ് പരിപൈ ഓക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ ഇത് കറക്റ്റാണ് ഈ സാധനം പുറത്താണ് ഞാൻ പറയുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നു അങ്ങനെയാണ് ആ സാധനം പുറത്ത് വരേണ്ടി വരും അങ്ങനെ ആവുമ്പോ കറക്റ്റ് രണ്ടെണ്ണം കറക്റ്റാണ് രണ്ടെണ്ണം മതിയാവും അല്ലേ നമ്മള് മറ്റേക്ക് ആക്കുമ്പോഴാണ് 3 എണ്ണം വേണ്ടി ആവശ്യം വരല്ലേ പൊട്ടിയോ പൊട്ടിയല്ല ഒരു ക്ലിപ്പാണ് ക്ലിപ്പല്ല ഒന്നമർത്തിയപ്പോ പൊട്ടി ഓവറായിട്ട് കയറ്റിയപ്പോ പൊട്ടി അപ്പൊ പറഞ്ഞത് ടൈറ്റ് ആക്കുമ്പോ വലിയ സൗണ്ടാണ് മറ്റോ ഒന്നടച്ചെങ്കിൽ ഓ അങ്ങനെ കർട്ടണായി റൂമിൽ കർട്ടണായിരിക്കുന്നു ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കട്ടിലിന് വീതി ഇല്ലാത്തതുകൊണ്ട് വീതി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സാധനമാണ് ഇത് തൊഴിലുറപ്പെന്ന് കിട്ടിയ സാധനമാണല്ലോ അല്ലമ്മ തൊഴിലുറപ്പെന്ന കുടുംബശ്രീന്നാ തൊഴിലുറപ്പിൽ കിട്ടിയ സാധനങ്ങളാണല്ലോ അതൊക്കെ അല്ലേ മാമ മമ്മാരോട് തൊഴിലുറപ്പ് പറഞ്ഞ മമ്മാക്ക് വീരാൻ തരും നിസാരാണെന്ന് നിസാറല്ലതേ ഗവൺമെന്റ് നിയമിച്ചാണ് അതാണ് പറഞ്ഞേ ഞങ്ങൾ അതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ
ഈ പെരിയിലിരിക്കുന്ന പെണ്ണുങ്ങൾ നമ്മളെ പോലെ പണി അതിനിപ്പോ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ, ഞാൻ അവിടുന്ന് കിട്ടിയാണെന്നല്ലോ. അരി വാങ്ങാൻ വജ്ജില്ലവരൊക്കെ പെരി കുത്തിരിക്കല്ലേ. അപ്പൊ ഓല് പോയിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാണ്ട് ഓല് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോട്ടെ എഴുതിയിട്ട് അങ്ങനെ വെറുതെ കുത്തിരിക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റിന് പണി കൊടുത്താണ്. നമ്മളെ സാധനമൊക്കെ വെച്ചിക്കണേ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാട്ടി തരട്ടെ, എങ്ങനെയുണ്ടെന്ന് പറയേ. ഇതാക്കണേ, നമ്മളാ ഇവിടെ 3 വെച്ചിക്കാട്ടോ അല്ലേ. ഈ ഭാഗത്തേക്ക് 3 വെച്ചിക്ക. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ടായിന്. അപ്പൊ 3 വെച്ചപ്പോ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ 3 ജനലല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിമ്മാന്റെ റൂമിന് ആകെ 2 ഇതുള്ളൂ. അതന്നെ 2 ജനലുള്ളൂ. ഇത് 3 വരുന്നുണ്ട്. ഇവിടെയാണ് 3. ഇവിടെ 2 ഉള്ളു. അപ്പൊ ഇവിടെ 1 മതിയാവും. പിന്നെ ഇവിടെ കേറി വരുന്ന സ്ഥലം തന്നെയല്ല. അപ്പൊ അവിടെ 3 കടന്നോട്ട് വിചാരിച്ചു. ഈ 1 ഇത് നമുക്ക് എടുത്താണ്ട് ഇവിടെയും വെക്കണം. കാരണം അത് 1 മതിയാവും. ഇവിടെ ആകെ 2 ജനലുള്ളൂ. അപ്പൊ 1 മതിയാവും. എന്താ അതൊക്കെ വലിച്ചു പൊട്ടിച്ചോ? ഉമ്മ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച സാധനങ്ങളാണ്. ഓ അപ്പൊ എന്ത് ചെയ്യടാ? ഇവിടെ വടി വെക്കാൻ പറ്റുമോ? പൊന്തി വെക്കേണ്ടി വരില്ലേ? കാരണം അലമാരക്ക് അടിയില്ലാത്തതുകൊണ്ട് അലമാര അതിമ ചാരിയാണ്ടാണ് നിക്കണേ. കണ്ടോ, അതിമ ചാരി വെച്ചിക്കാണ്. ഇത് പെട്ടി പൊട്ടിച്ചാതട്ടോ, ഈ സാധനം പൊട്ടിച്ചാതെ കിട്ടിയോ? വലിച്ചെടുത്തേക്കാണ്. എന്നാ ഒരു ക്ലാമ്പ് വരി. അങ്ങനെ ഗൈസ് ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് കൂലിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അങ്ങനെ ഫ്രീ ആയി എന്ന് പറയാ. ഗൈസ് നമ്മളെ റൂമിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് നോക്കിയിട്ട് നിങ്ങൾ പറയട്ടോ. ഇതൊക്കെ നമ്മളെ കൊലായി നമ്മൾ കാട്ടി എങ്ങനെയാണ് കേട്ടോ. അവിടെ കർട്ടനൊക്കെ മറിച്ച് അവിടെ അടിപൊളിയാക്കി. അതേപോലെ തന്നെ ഇന്റെ റൂം കണ്ടില്ല നിങ്ങൾ? ഇന്റെ റൂമിൽ അതേപോലെ തന്നെ അവിടെ കർട്ടൻ വെച്ചിക്കണ്. എന്താ അവസ്ഥ നോക്കിയിട്ട് പറയില്ലേ? കമന്റ് ചെയ്യ് ഗൈസ്, എങ്ങനെയുണ്ട് നോക്കിയിട്ട് കമന്റ് ചെയ്യ്. എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ചെയ്തൊന്ന് പറയും. അതായത് ആദ്യം അവിടെ നമുക്കൊന്നുമില്ല, ഇനി നമ്മളപ്പുറത്ത് കാലിയാക്കി വെച്ചിക്കാണ്. ഇപ്പൊ അങ്ങനെ ഒരു കർട്ടൻ വന്നു. അതേപോലെ തന്നെ ഫ്രണ്ടിലും ഒരു കർട്ടൻ വന്നു. എന്താ നോക്കിയിട്ട് ഒന്ന് പറയില്ലേ? മമ്മ എന്താ പറയാനുള്ളത്? രസമുണ്ടോ? ആദ്യമായിട്ടല്ലേ നമ്മള് പെരിയിൽ ഇങ്ങനെ വെക്കണേ. ഇതിന് മുമ്പൊന്നും ഇങ്ങനെയല്ല. അതേപോലെ തന്നെ ഇമ്മാന്റെ റൂമിൽ അവിടെ ഉണ്ടായിട്ടോ ഗൈസ്. അവിടെ ഒറ്റൊന്ന് വെച്ചിട്ടുള്ളൂ. അവിടെ ഒന്നിനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ 2 ജനലുള്ളൂ. അപ്പൊ 1 മതി. അവിടെ 1 മാത്രം വെച്ചിട്ടുള്ളൂ. അപ്പൊ ഗൈസ് എങ്ങനെയുണ്ട് നിങ്ങൾ എല്ലാരും നോക്കിയിട്ടൊന്ന് കമന്റ് ചെയ്യും. അതേപോലെ തന്നെ മുറ്റത്ത് നോക്കുമ്പോ ഇങ്ങനെ ഇക്കാരം ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴും ഇപ്പൊ ഒരു രസമുണ്ട് അല്ലേ കാണാന്. മറ്റേ എന്താ ഡയറക്റ്റ് വരുമ്പോ ഉള്ളിക്കല്ലേ കാണാം. ഏറ്റവും ഉള്ളില് പിന്നെ ചില ആൾക്കാരൊക്കെ വരുമ്പോ നമ്മള് ഷർട്ട് ഇടാതെ ഇങ്ങനെ ചൊറിഞ്ഞു മാതി ഇങ്ങനെ കുത്തിരിക്കാക്കിയല്ലോ. അപ്പൊ ഓൽക്കും ചടപ്പാക്കി. ചിലപ്പോ നിങ്ങളൊക്കെ കേറി വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ നിക്കുമ്പോ അതൊരു ഇതല്ലേ. ഞാനൊക്കെ കഴിച്ച ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പാന്റ് ഇടാറിട്ട്. കാരണം ആകെ ഒരു തത്തമ്മയാണ്. ആ തത്തമ്മയാണ് ഒച്ചമുളി ഉണ്ടാക്കും ആരെങ്കിലൊക്കെ വരുമ്പോ. അങ്ങനെ നമ്മൾ അറിയാം. അത് കാരണമാണ് നമ്മൾ വേഗം അറിയണത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ. അപ്പൊ ഗൈസ് അതൊക്കെ തന്നെ. എന്നാ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? നമ്മളെ പേരിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വെക്കണത്. മമ്മക്ക് എന്താണ് ഒന്നും തോന്നുന്നത് ഇല്ലേ? നമുക്ക് കുറച്ച് പണ്ട് വെക്കണാനി. പണ്ട് വെക്കണ്ടീന്. അപ്പൊ അതിനൊന്നും സൗകര്യം ഉണ്ടായില്ല. ചെറുതായിട്ടുണ്ടായപ്പോ നമ്മളങ്ങനെ വെച്ചു. അപ്പൊ അതിന്റേതായ ഒരു ഐശ്വര്യം ഉണ്ട്. അതിന്റെ ഒരു ഐശ്വര്യം ഉണ്ട്. നിങ്ങളൊന്ന് നോക്കിട്ട് പറയും എന്താണ് നമ്മളെ ഇതിന്റെ അവസ്ഥ. നമ്മ വൈൻഡ് അപ്പ് ചെയ്താലോ? ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? ഞാൻ കുളിച്ചാനൊക്കെ പോവാൻ. എല്ലാരും കമന്റ് ചെയ്യേ എങ്ങനെ ഉണ്ട്. ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? ഇഷ്ടായി, നല്ല രസമുണ്ട്. മമ്മക്ക് ഇഷ്ടായില്ലേ? നമുക്ക് ഗൈസ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും. മമ്മ എല്ലാരും വീഡിയോ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസ് കാണാം. എല്ലാരും വീഡിയോ സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, എല്ലാരും കാണുക, കമന്റ് അടിക്കുക. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.